ഹായ്. ഏതോ കഥകിൻ വിരിനീക്കി നീല കൺമുനയരി നമ്മുടെ മക്കളല്ല നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനൊരു വരുമ്പത്തേക്ക് എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല. നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു പോകും. Who else likes to drink tea like this? നമ്മൾ ഇത്രയും നാളും സബ്സ്ക്രിപ്ഷൻ എന്നൊരു പരിപാടിയെക്കുറിച്ച് വീഡിയോകൾ വിമർശനങ്ങൾ വന്നിരുന്നു. അതിൽ പ്രധാനമായിട്ടും രേണുസുതി സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങിയപ്പോഴത്തേക്കിനാണ് ഒരുപാട് വിമർശനങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പം ദാ ഒരുപാട് പേര് ഈ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം പുതിയതായിട്ട് നമുക്കറിയാവുന്നതാണ് കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയിലുള്ള കൃഷ്ണകുമാറിൻ്റെ മകളായ 4ാമത്തെ മകളായ ഹൻസികയും ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പരിപാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതാണ് അവരുടെ ഒരു ഡ്രസ്സിങ് എങ്ങനെയാണ്, ഈ 4 മക്കളുടെയും ഡ്രസ്സ് എങ്ങനെയുള്ളതാണ്. അതുപോലെ തന്നെ ഇവർ ദിയ കൃഷ്ണ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹണിമൂണിനായിട്ട് പോയപ്പോഴത്തേക്കും ആ ട്രിപ്പ് പോയപ്പോൾ ബീച്ചിലൊക്കെ ഇട്ടിരിക്കുന്ന ബിക്കിനി പോലുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇവരൊരു നോർമലായിട്ടുള്ള ഒരു വേഷം പോലെയാണ് ഇവർ കണക്കാക്കുന്നത്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇതെല്ലാം കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് ജനങ്ങൾക്കിടയിൽ അതൊരു വിമർശന കാര്യമായിട്ട് മാറുകയാണ്. ഇവർ കരുതുന്ന ഇവരുടെ വേഷം അതാണ്, അവർക്കത് എവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ അച്ഛനും അമ്മയും അങ്ങനെയൊന്നും അവരാരും അത് മൈൻഡ് ചെയ്യാറില്ല. കുട്ടികൾ അങ്ങനെ ഇടുന്നതിന് അവരുടെ ഒരു സ്വാതന്ത്ര്യം എന്നൊക്കെ രീതിയിൽ അമ്മ സഹിതം ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ 4 പെൺകുട്ടികളും എനിക്ക് തോന്നുന്ന സാരി ഉടുത്തോ അല്ലെങ്കിൽ ചുരിദാർ ഇട്ടോ ഒക്കെയുള്ള വേഷങ്ങൾ വളരെ കുറവാണ്. ഇവരുടെ ഒരു മോഡേൺ ഒരു ലൈഫ് സ്റ്റൈലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരുടെ വേഷങ്ങളും അങ്ങനെയാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ ഹൻസികയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അവിടെ എങ്ങാണ്ട് വന്നതാണ്. പക്ഷേ ഇപ്പം അത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്നും പറഞ്ഞാണ് ഇതിനെക്കുറിച്ച് വന്നിരിക്കുന്ന ഒരു വാർത്തയെന്ന് പറയുന്നത്. എന്തായാലും വീഡിയോ സബ്സ്ക്രിപ്ഷൻ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോൾ ഇത് ഇവരിട്ടിരിക്കുന്ന ആ ഒരു വേഷവും അതുപോലെ തന്നെ ആ കാണിക്കുന്ന ആ ഒരു രീതി, അത് ശരീരം ഇളകി മറിഞ്ഞ് കടന്ന് തുള്ളിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ആ പെങ്കൊച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഇപ്പം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഹൻസികയുടെ ഈ ഒരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്കതൊരു ഒരു നോർമലായിട്ട് തോന്നുന്ന ഒരു വേഷമാണെങ്കിൽ പോലും നമ്മൾ സാധാരണക്കാർക്കിടയിൽ മലയാളികൾക്കിടയിൽ ഇങ്ങനെ ഒരു ഇത് കാണുമ്പോഴത്തേനും ഒരു നെറ്റി ചുളിക്കുന്ന ആ ഒരു സ്വഭാവം ഉള്ള എല്ലാ മനുഷ്യർക്കും ഇത് കാണുമ്പോൾ ഇതെന്തോ ഒരു ഇതായിട്ട് തോന്നും. കാരണം പിന്നെ ഇതിനെക്കുറിച്ച് പുറത്തേക്ക് കൂടുതലും ആളുകൾ അത് ആരോപണമായിട്ട് വരുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് മോദിയായിട്ടൊക്കെ ഉള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറും ഫാമിലിയുടെയൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇനിയിപ്പം വലിയ പിടിപാടുള്ളത് കൊണ്ടാണോ എന്താണെന്നറിയത്തില്ല, ആളുകൾ പേടിച്ചിട്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും ഈ ഒരു വിഷയത്തെക്കുറിച്ചില്ല. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതിപ്പം അതിപ്പോൾ അവർ ഇടുന്ന വേഷം എന്തായിക്കോട്ടെ, അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇതെല്ലാം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് വിളമ്പുന്ന ആ ഒരു കാര്യത്തിനോടാണ് ഒരു താല്പര്യക്കുറവ് വരുന്നത്. ഇപ്പം അവരെന്ത് രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടാലും അതിപ്പം കൊണ്ടുവന്ന് അത് ഇളകി മറിഞ്ഞ് കൊണ്ടുവന്ന് ഇത് കാണിച്ചു കൊടുക്കുന്നത് അതൊരു ആ ഒരു രീതി ചില ആളുകൾക്കിടയിൽ ഉള്ളതാണ്. ഇവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇവർക്കെല്ലാവർക്കും എനിക്ക് തോന്നുന്നത് യൂട്യൂബ് ചാനലുണ്ട്. അച്ഛനും അമ്മയ്ക്കും അതുപോലെ ഈ 4 മക്കൾക്കും യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ തന്നെ അഹാനയ്ക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതൊക്കെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. രേണുവിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തപ്പോൾ ഈ അഹാനയെ സപ്പോർട്ട് ചെയ്ത ആളുകൾ വീഡിയോ ചെയ്തിരുന്നു. അഹാന ഇടുന്ന സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും അവരിടുന്നത് അവർ എങ്ങനെയും പോകുന്ന വ്ളോഗ് അല്ലെങ്കിൽ കുക്കിങ് അങ്ങനെയൊക്കെയാണ് എന്നും കരുതിയാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഈ ഹൻസികയുടെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കിന് ഇത് ഇത് വിമർശനത്തിനിരയായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ പലരും ഇത് കണ്ടിട്ട് ഈ രീതിയിലാണ് ഇപ്പം പെൺകുട്ടികൾ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടാലും ഈ ഒരു ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയും ഇല്ലാത്ത രീതിയിലുള്ള ചെറുപ്പക്കാരാണ് ഇപ്പം കൂടുതലും വരുന്നത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്ന് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്കൊരു വലിയൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറക്കം കുറഞ്ഞ ഡ്രസ്സുകൾ ഇടുകയും അതുപോലെ തന്നെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വലിയൊരു ഒരു താല്പര്യത്തോടു കൂടിയാണ് ഇപ്പോൾ ആളുകൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം പലരും സബ്സ്ക്രിപ്ഷൻ എന്നൊരു പറഞ്ഞ ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നത്. 390 രൂപയും അങ്ങനെയൊക്കെയുള്ള ഓരോ ചാർജുകൾ ഈടാക്കിയിട്ട് അതിലേക്ക് ഓരോരുത്തർ ഈ ഇവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുകയും സബ്സ്ക്രിപ്ഷൻ എടുക്കുകയും
പിന്നീട് രാത്രി കാലങ്ങളിൽ വന്നിട്ട് ലൈവ് പോകുകയും ആ ലൈവിൽ ഇതുപോലെ ശരീര പ്രദർശനങ്ങളാണ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് നെറികെട്ട പരിപാടിയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആളുകൾ മുൻപന്തിയിലേക്ക് വരികയാണ്. ഇതിപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആണോ എന്നറിയത്തില്ല. ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം. അതിനെക്കുറിച്ച് സബ്സ്ക്രിപ്ഷൻ ആണോ അല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ വിമർശനത്തിന് ഇടയായ ഒരു വീഡിയോയാണ് ഇപ്പോൾ ഈ ഹൻസികയുടെ വീഡിയോ വന്നിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് സബ്സ്ക്രിപ്ഷൻ്റെ ഒരു ആവശ്യമില്ല. കാരണം അത്രയും നല്ല ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തിനാണ് ഇങ്ങനത്തെ ഒരു നെറികെട്ട പരിപാടി കാണിച്ച് പണം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ ഇതിന് താക്കീത് കൊടുക്കേണ്ടത് എന്തായാലും മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളുടെ മൗനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടായി പോകുന്നതും മക്കൾ ഇതുപോലെ എന്ത് തോന്നിയാസം കാണിക്കുന്ന രീതിയിലും സോഷ്യൽ മീഡിയയെ കൊണ്ടുവന്ന് ഇതുപോലെ ഇട്ടിട്ട് ലോകത്തെ മുഴുവനും ആളുകളെ മുഴുവനും കാണിച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളായിട്ട് ഇതുപോലുള്ള ആളുകളുടെ വീഡിയോകളാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്യാതെ ഇതിന് വിമർശിക്കുക തന്നെ ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള ആളുകളുടെ ഈ ഒരു പരിപാടി അവസാനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് വീണ്ടും നാളെ ഇതുപോലെ തന്നെ കൂടിക്കൂടി വരുമെന്നാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്.